ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ധനകാര്യ വ്യവസ്ഥ അഥവാ ഫൈനാൻഷ്യൽ സിസ്റ്റമിനെ കുറിച്ചാണ്. ഒറ്റ നോട്ടത്തിൽ കുറച്ച് എന്താ പറയാ സങ്കീർണമായി തോന്നുമെങ്കിലും ഇതിന്റെ ഓരോ ഭാഗവും നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ തന്ന ഈ മെറ്റീരിയലുകൾ ഈ വ്യവസ്ഥയെ ഒരു ശരീരത്തിന്റെ 4 പ്രധാന അവയവങ്ങൾ പോലെയാണ് കാണുന്നത്. അതെ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിപണികൾ, ഉപാധികൾ, പിന്നെ സേവനങ്ങൾ. അപ്പോ ഈ 4 തൂണുകളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നിങ്ങൾ പങ്കുവച്ച കുറിപ്പുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് വെറും സാമ്പത്തിക വിദഗ്ധർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിഷയമല്ല. അല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സമ്പാദ്യവും നിക്ഷേപവും പിന്നെ നമ്മൾ എടുക്കുന്ന വായ്പകളും എല്ലാം ഈ വലിയ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഒരു ശരീരത്തിൽ രക്തം എല്ലാ ഭാഗത്തേക്കും ഒഴുകിയെത്തുന്നത് പോലെ അതെ. പണത്തിന് സമൂഹത്തിൽ ആവശ്യമുള്ളിടത്തേക്ക് സുഗമമായി ഒഴുകാൻ വഴിയൊരുക്കുന്ന ഒരു ചട്ടക്കൂടാണിത്. ഈ ഒഴുക്ക് തടസ്സപ്പെട്ടാലോ ശരിക്കും പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പ് തന്നെ നിലയ്ക്കും. എങ്കിൽ പിന്നെ നമുക്ക് ആ ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വ്യവസ്ഥയുടെ ഹൃദയവും ധമനികളുമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയാം, അല്ലേ? പറയാം. നമുക്കെല്ലാവർക്കും പരിചിതമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക് പോലുള്ള വാണിജ്യ ബാങ്കുകൾ. പണം നിക്ഷേപിക്കാനും വായ്പ എടുക്കാനും ഒക്കെ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് അങ്ങോട്ടേക്കാണല്ലോ. ആളുകളുടെ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കുക, എന്നിട്ട് ആ പണം വീടുകൾ വാങ്ങാനും ബിസിനസ്സുകൾ തുടങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് വായ്പയായി നൽകുക. ഈ ഒരു ലളിതമായ പ്രക്രിയയിലൂടെയാണ് അവർ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നത്. ശരി. പക്ഷേ നിങ്ങൾ തന്ന ലേഖനങ്ങളിൽ പറയുന്നത് പോലെ കഥ അവിടെ തീരുന്നില്ല. അതിനപ്പുറം ചില പ്രത്യേക സ്ഥാപനങ്ങളുണ്ട്. നബാർഡ്, അതായത് NABRD, പിന്നെ സിഡ്ബി, SIDBI പോലുള്ള പേരുകൾ അതിൽ എടുത്തു പറയുന്നുണ്ട്. ശരിയാണ്. ആ പേരുകൾ അത്ര പരിചിതമല്ല. സാധാരണ ബാങ്കുകളിൽ നിന്ന് അവയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അവ എന്തിനാണ് ശരിക്കും? അവയെ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവയുടെ പ്രധാന ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നതിനേക്കാൾ രാജ്യത്തിന്റെ ചില പ്രത്യേക മേഖലകളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഉദാഹരണത്തിന് നബാർഡ്, അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാർഷിക ഗ്രാമീണ മേഖലകളിലാണ്. ആ. ഒരു കർഷകന് ഒരു പമ്പ് സെറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഗ്രാമീണ കുടുംബത്തിന് ഒരു ചെറിയ കോഴി ഫാം തുടങ്ങാനോ ഉള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയാണ് അവരുടെ ദൗത്യം. അതുപോലെ സിഡ്ബി ചെറുകിട വ്യവസായങ്ങളെയാണ്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ബേക്കറി യൂണിറ്റ് തുടങ്ങുന്ന ഒരാൾക്ക് അതെ, അവർക്ക് ഒരു വലിയ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പിന്തുണ ഒരുപക്ഷെ സിഡ്ബിയുടെ പദ്ധതികൾ വഴി ലഭിച്ചേക്കാം. ഇവ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയുടെ നട്ടെല്ലാണ്. അപ്പോ വലിയ വാണിജ്യ ബാങ്കുകൾക്ക് പുറമെ ഇങ്ങനെ ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷെ ഈ കുറിപ്പുകളിൽ ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള ബാങ്കിതര ധനകാര്യ കമ്പനികളെയും അതായത് NBFC-കളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഇത്രയധികം ബാങ്കുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്തരം സ്ഥാപനങ്ങൾ? അതൊരു മികച്ച ചോദ്യമാണ്. ഇവിടെയാണ് നമ്മുടെ ധനകാര്യ വ്യവസ്ഥയുടെ ഒരു സൗന്ദര്യം കിടക്കുന്നത്. ബാങ്കിംഗ് സംവിധാനത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത വിടവുകൾ നികത്തുക എന്നതാണ് ഇവയുടെ പ്രധാന പങ്ക്. വിടവുകളോ? അതെ, നിങ്ങളുടെ കുറിപ്പുകളിലെ ഒരു കണക്ക് വളരെ രസകരമാണ്. ഒരു ചെറിയ തട്ടുകട തുടങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്ത ഒരാൾക്ക് ഒരുപക്ഷെ ഒരു NBFC ആയിരിക്കും ആശ്രയം. ഇന്ത്യയിലെ ചെറുകിട ഗതാഗത മേഖലയുടെ, അതായത് ട്രക്കുകളും ടാക്സികളും ഓടിക്കുന്നവരുടെ ഏകദേശം 80% ഫിനാൻസും വരുന്നത് ഇത്തരം NBFC-കളിൽ നിന്നാണ്. 80%? അതെ, അത് ബാങ്കുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ്. ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ സേവനം ലഭിക്കാത്ത ഒരു വലിയ വിഭാഗത്തിന്, അണ്ടർസേർവ്ഡ് സെക്ഷൻസിന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ NBFC-കൾ ചിലപ്പോൾ ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ ഈടാക്കുന്നു എന്നൊരു ആക്ഷേപമില്ലേ? അപ്പോൾ ഈ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് സാധാരണക്കാർ ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്നില്ലേ? ന്യായമായൊരു സംശയമാണത്. പലപ്പോഴും പലിശ നിരക്കുകൾ അല്പം കൂടുതലായിരിക്കും. കാരണം അവർ വായ്പ നൽകുന്ന വിഭാഗങ്ങളുടെ റിസ്ക്കും കൂടുതലാണ്. ഓക്കെ. കൃത്യമായ വരുമാന രേഖകളോ മറ്റ് ഈടുകളോ ഇല്ലാത്തവർക്ക് വായ്പ നൽകുമ്പോൾ ആ റിസ്കിനുള്ളൊരു വിലയാണ് ഉയർന്ന പലിശ. എങ്കിലും ഒരു തരത്തിലും വായ്പ ലഭിക്കാത്ത അവസ്ഥയേക്കാൾ ഭേദമല്ലേ അത്? ശരിയാണ്. എല്ലാവരിലേക്കും സാമ്പത്തിക സേവനങ്ങൾ എത്തുകയാ, അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ശരി. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഹൃദയവും ധമനികളും പോലെ പണം പമ്പ് ചെയ്യുന്നു.
പക്ഷെ ഈ പണം എങ്ങോട്ടൊഴുകണം, എപ്പോഴൊഴുകണം എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു നാഡീവ്യൂഹം വേണ്ടേ? അതാണോ ധനകാര്യ വിപണികളുടെ, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ പങ്ക്? അതെ, കുറിപ്പുകൾ ഇതിനെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ. വളരെ ശരിയായ ഒരു താരതമ്യമാണത്. വിപണികളാണ് ഈ പണത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതും ദിശ നൽകുന്നതും. അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും സമയമാണ്. സമയം. അതെ, സമയം. മണി മാർക്കറ്റ് എന്നത് സിസ്റ്റം സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പോലെയാണ്. അതായത് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയോ ഉള്ള ചെറിയ കാലയളവിലേക്കുള്ള പണത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥലമാണത്. ആ, ബാങ്കുകൾക്ക് ഒരു ദിവസത്തേക്ക് പെട്ടെന്ന് പണം ആവശ്യം വരുമ്പോൾ പരസ്പരം കടം വാങ്ങുന്നത് ഇവിടെയാണ്. റിസർവ് ബാങ്ക് ആണ് ഇതിന്റെ പ്രധാന നിയന്ത്രകൻ. അപ്പോൾ മണി മാർക്കറ്റ് സിസ്റ്റത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ളതാണെങ്കിൽ, ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് രാജ്യത്ത് പുതിയ ഫാക്ടറികളും പാലങ്ങളും ഉണ്ടാക്കുന്ന എഞ്ചിൻ എന്ന് പറയാമോ? ത്തേക്കുള്ള നിക്ഷേപങ്ങൾക്കും വായ്പകൾക്കും. രാജ്യത്തെ വലിയ കമ്പനികൾക്ക് ഒരു പുതിയ ഫാക്ടറി തുടങ്ങാനോ പുതിയ സാങ്കേതിക വിദ്യ വാങ്ങാനോ വികസനത്തിനോ ആവശ്യമായ കോടിക്കണക്കിന് രൂപ സമാഹരിക്കാൻ സഹായിക്കുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഓക്കെ. നമ്മൾ കേൾക്കുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്നിവയെല്ലാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എനിക്കിവിടെ ഒരു സംശയം തോന്നുന്നു. ഒരു കമ്പനി IPO നടത്തുമ്പോൾ അവർക്ക് പണം കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നീട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങുമ്പോൾ ആ പണം അംബാനിക്കാണോ കിട്ടുന്നത്? നിങ്ങൾ പങ്കുവച്ച മെറ്റീരിയലിൽ പറയുന്ന ഈ പ്രാഥമിക, അതായത് പ്രൈമറി, പിന്നെ ദ്വിതീയ, സെക്കൻഡറി വിപണി എന്ന ആശയം ഇവിടെയാണോ പ്രസക്തമാകുന്നത്? വളരെ പ്രസക്തമായ സംശയമാണ്. അതെ, ഇവിടെയാണ് ഈ വേർതിരിവ് വരുന്നത്. ഒരു കമ്പനി ആദ്യമായി അതിന്റെ ഓഹരികൾ, അതായത് ഷെയർസ്, പൊതുജനങ്ങൾക്കായി വിൽക്കുന്ന സ്ഥലമാണ് പ്രാഥമിക വിപണി. IPO. അതെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓഹരി വാങ്ങുമ്പോൾ നിങ്ങളുടെ പണം നേരിട്ട് കമ്പനിക്കാണ് ലഭിക്കുന്നത്. എന്നാൽ ഒരിക്കൽ വിറ്റ ഈ ഓഹരികൾ പിന്നീട് ആളുകൾ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ദ്വിതീയ വിപണി. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അതെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അവിടെ നിങ്ങൾ റിലയൻസിന്റെ ഷെയർ വാങ്ങുമ്പോൾ അത് വിൽക്കുന്ന മറ്റൊരാൾക്കാണ് പണം കിട്ടുന്നത്, റിലയൻസ് കമ്പനിക്കല്ല. അപ്പോൾ കമ്പനിക്ക് പണം കിട്ടുന്നത് IPO സമയത്ത് മാത്രം. പിന്നീടുള്ള കച്ചവടം നിക്ഷേപകർ തമ്മിലാണ്. എങ്കിലും ഈ ദ്വിതീയ വിപണിക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവണമല്ലോ, അല്ലേ? തീർച്ചയായും. ദ്വിതീയ വിപണി ഇല്ലെങ്കിൽ ആരും പ്രാഥമിക വിപണിയിൽ പണം നിക്ഷേപിക്കില്ല. അതെന്താ? കാരണം നിങ്ങൾ വാങ്ങിയ ഓഹരി എപ്പോൾ വേണമെങ്കിലും വിറ്റ് പണമാക്കാൻ ഒരിടം വേണം. ആ ഒരു ഉറപ്പാണ് ദ്വിതീയ വിപണി നൽകുന്നത്. ഇതിനെ ലിക്വിഡിറ്റി അഥവാ ദ്രവ്യത എന്ന് പറയും. ലിക്വിഡിറ്റി. അതെ, നിങ്ങളുടെ ആസ്തിയെ എളുപ്പത്തിൽ പണമാക്കാനുള്ള കഴിവ്. ഈ രണ്ട് വിപണികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ക്യാപിറ്റൽ മാർക്കറ്റ് പൂർണ്ണമാകുന്നത്. ശരി. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ പണം കൈമാറുന്ന സ്ഥലമാണ് വിപണികൾ. പക്ഷെ അവര് കൈമാറുന്നത് വെറും നോട്ടുകളല്ലല്ലോ. നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്ന ഓഹരികൾ, ബോണ്ടുകൾ പോലുള്ള ഉപാധികളാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് യഥാർത്ഥത്തിൽ അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ശരീരത്തിലെ രക്തകോശങ്ങൾ പോലെ ഓരോന്നിനും ഓരോ ധർമ്മമുള്ളവയാണോ ഇവ? അതെ, ആ ഉപമ വളരെ ശരിയാണ്. ഓരോ ഉപാധിക്കും ഓരോ സ്വഭാവവും ലക്ഷ്യവുമാണുള്ളത്. ഓഹരികൾ അഥവാ ഷെയറുകൾ, അത് നിങ്ങൾക്കൊരു കമ്പനിയിൽ ചെറിയൊരു ഉടമസ്ഥാവകാശം നൽകുന്നു. ഓക്കെ, ഓണർഷിപ്പ്. അതെ, അതായത് ആ കമ്പനിയുടെ ലാഭത്തിലും നഷ്ടത്തിലും നിങ്ങൾ ഒരു പങ്കാളിയാകുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ്, പക്ഷെ ലാഭസാധ്യതയും കൂടുതലാണ്. എന്നാൽ ബോണ്ടുകൾ അങ്ങനെയല്ല. അല്ല. നിങ്ങൾ ഒരു സ്ഥാപനത്തിനോ സർക്കാരിനോ നൽകുന്ന ഒരു തരം വായ്പയാണത്. അതിന് നിങ്ങൾക്കൊരു നിശ്ചിത പലിശ കൃത്യമായി തിരികെ ലഭിക്കും. റിസ്ക് കുറവാണ്, പക്ഷെ വരുമാനവും പരിമിതമായിരിക്കും. അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഓഹരികൾ, സുരക്ഷിതത്വം വേണ്ടവർക്ക് ബോണ്ടുകൾ. അതെ, നിങ്ങൾ പങ്കുവെച്ച ലേഖനങ്ങളിൽ സർക്കാർ ഫണ്ട് സമാഹരിക്കാനായി ഉപയോഗിക്കുന്ന ട്രഷറി ബില്ലുകളെയും സർക്കാർ ബോണ്ടുകളെയും കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോ നമ്മൾ കാണുന്ന പുതിയ റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുന്നത് പോലും ഈ ഉപാധികൾ വഴിയാണല്ലേ? അതെ, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ചെലവുകൾക്കും പണം കണ്ടെത്താനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാണിത്. സർക്കാർ നേരിട്ട് പുറത്തിറക്കുന്നതുകൊണ്ട് ഇവ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സോവറിൻ ഗ്യാരണ്ടി. അതെ, സർക്കാർ ഉറപ്പുള്ളതുകൊണ്ട് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത തീരെയില്ല എന്ന് പറയാം.
ഈ ഓഹരികളും ബോണ്ടുകളുമെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും നിക്ഷേപിക്കാനും കുറച്ച് പ്രയാസമല്ലേ? ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരാൾക്ക് എവിടെ തുടങ്ങാൻ പറ്റും? നിങ്ങളുടെ കുറിപ്പുകളിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒരുപാട് തവണ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അവിടെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രസക്തി. UTI, SBI മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ഈ സേവനത്തിന്റെ പ്രധാന ആകർഷണമായി കുറിപ്പിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന്, വൈവിധ്യവൽക്കരണം, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ. രണ്ട്, പ്രൊഫഷണൽ മാനേജ്മെന്റ്. അത് കുറച്ചുകൂടി ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. വൈവിധ്യവൽക്കരണം എന്നാൽ നിങ്ങളുടെ പണം ഒരൊറ്റ കമ്പനിയുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഒരു വിദഗ്ധൻ അത് പല കമ്പനികളുടെ ഓഹരികളിലും ബോണ്ടുകളിലുമായി വിഭജിച്ച് നിക്ഷേപിക്കുന്നു. ആ, മുട്ടയെല്ലാം ഒരു കൊട്ടയിൽ വെക്കാതിരിക്കുന്നത് പോലെ. അതെ, ഒരു കമ്പനി നഷ്ടത്തിലായാലും മറ്റു നിക്ഷേപങ്ങൾ അതിനെ ബാലൻസ് ചെയ്തുകൊള്ളും. റിസ്ക് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ഇനി പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഏത് ഓഹരി വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നതിനെ കുറിച്ച് നിരന്തരം പഠിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യും. അതായത് നിങ്ങൾക്ക് നേരിട്ട് ഓഹരി വിപണിയിൽ വലിയ അറിവില്ലെങ്കിലും ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ നിക്ഷേപം നടത്താനുള്ള അവസരം ലഭിക്കുന്നു. ഒരു സദ്യയിലെ എല്ലാ വിഭവങ്ങളും സ്വയം ഉണ്ടാക്കുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ ഷെഫിനെ ഏൽപ്പിക്കുന്നത് പോലെ. അതെ, കൃത്യം അതുതന്നെ. കൊള്ളാം. അത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങളായി, വിപണികളായി, ഉപാധികളുമായി. ഇനി അവസാനത്തെ ഘടകം, ഈ വ്യവസ്ഥയെ നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കുന്ന സേവനങ്ങൾ, ഫിനാൻഷ്യൽ സർവീസസ്. ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഉണ്ടെങ്കിലും പുറം ലോകവുമായി സംവദിക്കാൻ നമുക്ക് കൈകളും കാലുകളും ഒക്കെ വേണ്ടേ? അതുപോലെയാണോ ഇത്? വളരെ ശരിയാണ്. സ്ഥാപനങ്ങളും വിപണികളും ഉപാധികളും ഒക്കെ ഉണ്ടെങ്കിലും അവ സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഈ സേവനങ്ങളിലൂടെയാണ്. ഇവിടെയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാങ്കേതിക വിദ്യ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത്. തീർച്ചയായും. നിങ്ങൾ പങ്കുവച്ച മെറ്റീരിയലിൽ UPI, മൊബൈൽ ബാങ്കിംഗ്, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതെ, ഇന്ന് ഒരു ചായക്കടയിൽ പോലും UPI ഉപയോഗിച്ച് പണം നൽകാൻ സാധിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഇത് വെറും ഒരു സൗകര്യമല്ലേ, അതോ അതിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അത് വെറും സൗകര്യമല്ല, അതൊരു വലിയ മാറ്റമാണ്. കുറിപ്പിൽ പറയുന്നതനുസരിച്ച് അവ നമ്മുടെ ധനകാര്യ വ്യവസ്ഥയുടെ കാര്യക്ഷമതയും സാമ്പത്തിക ഉൾപ്പെടുത്തലും, അതായത് എഫിഷ്യൻസി ആൻഡ് ഇൻക്ലൂസീവ്നെസ്, ഭയങ്കരമായി കൂട്ടി. അതെങ്ങനെയാണ്? പണ്ട് ടേം അയക്കാൻ ബാങ്കിൽ പോയി ഫോം ഫില്ല് ചെയ്ത് ക്യൂ നിൽക്കേണ്ടിയിരുന്നു. ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും പണം അയക്കാം. അതിനേക്കാൾ പ്രധാനം, ബാങ്ക് ശാഖകളില്ലാത്ത ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇത് ക്രെഡിറ്റ് കാർഡുകളെ പോലും മറികടന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ആദ്യമായി ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. LIC, GIC പോലുള്ള ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചും കുറിപ്പുകളിൽ പറയുന്നുണ്ട്. അവരുടെ പ്രധാന സേവനം റിസ്ക് മാനേജ്മെന്റ് ആണല്ലോ. അതെങ്ങനെയാണ് ഈ വലിയ ചിത്രവുമായി യോജിച്ചു പോകുന്നത്? ഇൻഷുറൻസ് ഈ വ്യവസ്ഥയുടെ ഒരു ഷോക്ക് അബ്സോർബർ ആണ്. ഭാവിയിൽ വരാനിരിക്കുന്ന അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന്, ഞാൻ എടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഒരു അപ്രതീക്ഷിത ഹോസ്പിറ്റൽ ബിൽ എന്റെ ആ മാസത്തെ ബഡ്ജറ്റിനെ തകർക്കുന്നില്ല. ആ റിസ്ക് ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറി. ഇതേ തത്വം തന്നെയാണ് ഒരു വലിയ ഫാക്ടറിക്ക് തീപിടുത്തത്തിൽ നിന്ന് പരിരക്ഷ നേടുന്നതിലും പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് ധൈര്യത്തോടെ റിസ്ക് എടുക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇത് വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ 4 ഘടകങ്ങളും, സ്ഥാപനങ്ങൾ, വിപണികൾ, ഉപാധികൾ, സേവനങ്ങൾ, പരസ്പരം എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി. സ്ഥാപനങ്ങൾ ഹൃദയമാണെങ്കിൽ വിപണികൾ തലച്ചോറാണ്, ഉപാധികൾ രക്തകോശങ്ങളാണ്, സേവനങ്ങൾ നമ്മൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്ന ഇന്ദ്രിയങ്ങളാണ്. ഇതിൽ ഒന്നിന് തകരാറ് സംഭവിച്ചാൽ മൊത്തം ശരീരത്തെയും അത് ബാധിക്കും. അതെ, നിങ്ങളുടെ കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നത് പോലെ, ശക്തവും കാര്യക്ഷമവുമായ ഒരു ധനകാര്യ സംവിധാനം സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും കൂടിയേ തീരൂ. വളരെ ശരിയാണ്. ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഒരു ബാങ്കിന് പ്രവർത്തിക്കണമെങ്കിൽ നിക്ഷേപിക്കാൻ ആളുകൾ വേണം, ആ പണം കൈമാറാൻ വിപണികൾ വേണം, ഓഹരികളും ബോണ്ടുകളും പോലുള്ള ഉപാധികൾ വേണം. ശരിയാണ്. ഇതെല്ലാം എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സേവനങ്ങളും വേണം.
ഈ കുറിപ്പുകളിലെ പ്രധാന സന്ദേശവും അതുതന്നെയാണ്. ഇവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ യന്ത്രം പോലെയാണിത്. വളരെ വ്യക്തമായി. ഈ 4 സ്തംഭങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് മനസ്സിലായി. ഇത് നിങ്ങളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് നയിക്കും. ഓ, നിങ്ങളുടെ കുറിപ്പുകൾ സാമ്പത്തിക ഉൾപ്പെടുത്തലിൽ UPI പോലുള്ള ഡിജിറ്റൽ സേവനങ്ങളുടെ പങ്കെടുത്ത് പറയുന്നു. അത് സേവനങ്ങൾ എന്ന തൂണിനെ മാറ്റിമറിച്ചു. സാങ്കേതിക വിദ്യ ഇത്രയധികം വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ 4 സ്തംഭങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള അടുത്ത വലിയ കണ്ടുപിടുത്തം എന്തായിരിക്കും? അത് ശരിയാണല്ലോ. അത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലോ വിപണികളുടെ ഘടനയിലോ അതോ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പത്തിക ഉപാധികളുടെ സ്വഭാവത്തിൽ തന്നെയോ ഒരു ഫിസിക്കൽ ബാങ്കിന്റെ ആവശ്യം ഇല്ലാതാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വരുമോ? അതോ ഓഹരികൾക്കും ബോണ്ടുകൾക്കും പകരം പുതിയൊരു ഡിജിറ്റൽ അസറ്റ് വരുമോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം.